ഗ്രേസ് ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്, ഒരു അവധി ദിവസം കിട്ടിയാൽ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു അവധി ദിവസം ചിലപ്പോൾ കടന്നു പോകുന്നത്. അപ്പൊ ഇഷ്ടപ്പെടുവാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ലൈക്ക് ചെയ്യാനും അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ അത് കമന്റായി അറിയിക്കാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോയിട്ട് വരാം. രാവിലെ തന്നെ വളരെ ശാന്തമായിട്ട് തുടങ്ങാനാണ് എനിക്കിഷ്ടം. കാരണം എല്ലാ ദിവസവും നമ്മളിങ്ങനെ ജോലിക്ക് പോകുന്ന കാരണം ആകെ ഹറിബറിയാണ്. മക്കൾക്ക് സ്കൂളിൽ പോകുന്നത്, നമ്മൾ സ്കൂളിൽ പോകുന്നത്, അങ്ങനെ ആകെ ഒരു ടൈറ്റ് ഷെഡ്യൂളിലായിരിക്കും നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഒഴിവ് ദിവസം കിട്ടിയാൽ ഞാനിങ്ങനെ കുറേ നേരം കിടന്നുറങ്ങുക അങ്ങനെയൊന്നുമല്ല. പക്ഷെ നമുക്ക് കുറച്ച് കാമായിട്ട് ആ ഒരു ദിവസം കൊണ്ടുപോകാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ. ഏറ്റവും ആദ്യം ചെയ്യാൻ നമുക്ക് ഇന്ന് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെക്കുക, നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു അവധി ദിവസമൊക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഈവനിങ്ങിലാണ് ചെയ്തു വെക്കുക, അല്ലെങ്കിൽ മോർണിംഗിൽ നമ്മൾ ഇങ്ങനെയൊന്നും നിൽക്കാറില്ല. അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചു. പതുക്കെ ഒരു ചായയൊക്കെ ഇട്ടു. ഞാൻ ഈച്ചു വരുന്ന ചായയൊക്കെ കുടിച്ചു. പേപ്പറിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു. സാധാരണ ന്യൂസ് പേപ്പർ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ജോലിക്ക് പോയിട്ടുണ്ടാവും. കാരണം 7:15 കഴിയുമ്പോൾ അല്ലെങ്കിൽ 7:20 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പർ ഇവിടെ റബ്ബർ ബാൻഡിൽ കെട്ടി ഇങ്ങനെ എറിഞ്ഞിട്ടിട്ടുണ്ടാവുക, വൈകുന്നേരം വരുമ്പോഴേ എടുക്കുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ദിവസം കിട്ടുമ്പോഴാണ് ഇങ്ങനെ ഒരു റുട്ടീൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാനിങ് ഒക്കെ നമുക്ക് നടക്കുക. കുറച്ച് ശാന്തമായിട്ട് ചെയ്താൽ മതിയല്ലോ, ഇന്നാർക്കും ജോലിക്ക് പോകണ്ട, രണ്ടുപേർക്കും ഇന്ന് അവധിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുക. ചിലപ്പോൾ ഹസ്ബൻഡിന് ജോലിയുണ്ട്, ഭാര്യയ്ക്ക് ജോലിയില്ല. അങ്ങനെയാണെങ്കിലും ചിലപ്പോൾ ഇങ്ങനൊരു ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ സെക്കൻഡ് സാറ്റർഡേകൾ അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേ അങ്ങനത്തെ ദിവസങ്ങളിൽ മാത്രമാണ് ഇങ്ങനൊരു അവസ്ഥ നമുക്ക് വരിക കേട്ടോ. അപ്പൊ രാവിലെ തന്നെ ഞാൻ കുറച്ച് മാവ് അരച്ചു വെച്ചിട്ടുണ്ട്. അത് മാവരച്ച് വെക്കാന്ന് വെച്ചാൽ വട്ടയപ്പം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലെ. അപ്പൊ വട്ടയപ്പമാണ് രാവിലെ തന്നെ ഞാൻ മാവ് അരച്ചു വെച്ചിട്ടുള്ളത്. ഇന്ന് മോർണിംഗിൽ വട്ടയപ്പം ഉണ്ടാക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. വട്ടയപ്പം ശരിക്കും പറഞ്ഞാൽ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ വട്ടയപ്പം 4 മണി പലഹാരം പോലെയോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടോ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. പിന്നെ മമ്മി ശർക്കര ഇട്ടിട്ട് വട്ടയപ്പം ഉണ്ടാക്കി തന്ന ഓർമ്മയുണ്ട്. അതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ എത്തി. ഇരിങ്ങാലക്കുട ഹസ്ബൻഡിന്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് പെരുന്നാളിന്റെ സമയത്ത് വട്ടയപ്പം ഉണ്ടാക്കും. വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ, അതായത് തലേ ദിവസം രാത്രി മുഴുവൻ കോരി ഒഴിച്ചിട്ട് വട്ടയപ്പം ഉണ്ടാക്കും. അതിങ്ങനെ അടുപ്പത്താണ് ഉണ്ടാക്കാം, ഗ്യാസിലൊന്നും അല്ല കേട്ടോ. അതിങ്ങനെ വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് മമ്മി അത് അരച്ചു വെക്കുന്നതിന് തന്നെ ഒരു പ്രത്യേക രസമാണ് കാണാൻ. കള്ള് ചേർത്തിട്ടുള്ള വട്ടയപ്പമാണ്. കള്ള് ചേർത്തിട്ടാണത് പൊന്താനൊക്കെ വെക്കാം. എന്നിട്ട് ആ വട്ടയപ്പം പിറ്റേ ദിവസം രാവിലെ ചിക്കൻ കറി കൂട്ടി കഴിക്കും. അതാറ് ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു മധുരമുള്ള വട്ടയപ്പം ഇങ്ങനെ കറി കൂട്ടി കഴിക്കുക. പൊതുവേ എനിക്കിങ്ങനെ മധുരമുള്ള സംഭവങ്ങളൊന്നും കറി കൂട്ടി കഴിക്കാൻ വലിയ പിടുത്തമില്ലാത്ത ആളാണ്. പക്ഷെ ഇത് ഒരു അപ്പാര ടേസ്റ്റ് തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഞാനും ഇങ്ങനെ വട്ടയപ്പം കറി കൂട്ടി കഴിച്ചു തുടങ്ങിയത്. മക്കൾക്ക് ഇഷ്ടമാണ്. മക്കൾ അപ്പൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കഴിക്കുന്ന കാരണം അവർക്കും ഇത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ എടുത്തു വെച്ച ചിക്കൻ ആയിരുന്നു. ചിക്കൻ കറിയും വട്ടയപ്പവും. അതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മോർണിംഗിൽ. വട്ടയപ്പം ഒക്കെ രാവിലെ ഉണ്ടാക്കിയ ഒരു ഗുണമുണ്ട്. ഇന്ന് ഒഴിവ് ദിവസം ആയതുകൊണ്ട് തന്നെ മക്കൾക്ക്, നമുക്കറിയാലേ, സ്കൂളിൽ കൊടുത്തു വിടുന്ന ഭക്ഷണമൊന്നും മക്കളെ കഴിക്കാതെ തിരിച്ചു കൊണ്ടുവന്നാലും വീട്ടിലിരിക്കുന്ന ദിവസം അവർക്ക് നല്ല വിശപ്പല്ലേ. അപ്പോൾ അത് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞാൽ അത് കഴിക്കുമോ? ഇല്ലല്ലോ അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെയും. ആസ് യൂഷ്വൽ നമുക്കും ഇന്നത്തെ ദിവസം ഇങ്ങനെ നല്ല വിശപ്പൊക്കെ വരും. അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടേതായ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയം കിട്ടും. അവർക്ക് കഴിക്കാനുള്ള സമയത്ത് നമുക്ക് കൊടുക്കാനും ഒക്കെ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ വട്ടയപ്പം പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഞാനിതിങ്ങനെ ഓരോ വട്ടയപ്പായിട്ട് ഇങ്ങനെ കോരി ഒഴിച്ച് ഞാനിങ്ങനെ എന്താ പറയുക, തണുക്കാനായിട്ട് ആ പ്ലേറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ വട്ടയപ്പം ഇങ്ങനെ ഒഴിക്കുമ്പോഴും, വട്ടയപ്പത്തിന് മാത്രം മാവ് അരച്ച് വെച്ച ഒരു പ്രത്യേകതയാണ്. മാവിങ്ങനെ ഒഴിക്കും തോറും ആ പാത്രം ഇങ്ങനെ നിറഞ്ഞു വരും. അതൊരു സുഖമാണ് കാണാനും കേട്ടോ. അങ്ങനെ വട്ടയപ്പം ഞാൻ കാണിച്ചു തരാം. പാത്രത്തിൽ നിന്ന് വിട്ടു പോരണ നോക്കി, ഒരറ്റം പോലും പിടിക്കാതെ നമുക്കിങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം, ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കിട്ടില്ല വട്ടയപ്പം കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ ഒരു 4 കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഒരു കഷ്ണം വായിൽ വെച്ചാൽ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ. നിങ്ങൾക്കത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇതിന്റെ സോഫ്റ്റ് എന്തോരം ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഞായറാഴ്ച ദിവസമാണ്.
രാവിലെ ഞാൻ പറഞ്ഞല്ലോ പബ്ലിക് ഹോളിഡേയ്സ്, സെക്കൻഡ് സാറ്റർഡേ, സൺഡേ, ഇതൊക്കെയാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലുണ്ടാവുന്ന സമയം. അപ്പൊ സൺഡേ രാവിലെ മക്കൾക്ക് കാറ്റഗിസത്തിന് പോകണം. കാറ്റഗിസത്തിന് പോകുന്നതിനായിട്ട് അവരിങ്ങനെ സൺഡേ ക്ലാസ്, പള്ളിയിലെ ക്ലാസ്സുകൾ ഉണ്ടല്ലോ, അതിനെയാണ് കേട്ടോ കാറ്റഗിസം എന്ന് പറയാം. അപ്പൊ അത് രാവിലെ അവര് ഡ്രസ്സൊക്കെ മാറി അവര് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ആ പോകുന്ന സമയത്തേ കഴിക്കുള്ളൂ, കാരണം അത്രയും നേരം, കുറച്ചധികം നേരം കിടന്നുറങ്ങുന്ന ദിവസം അവര് സൺഡേ അല്ലേ. രാവിലെ ബാക്കിയെല്ലാ ദിവസവും ആക്കിയതിന് ശേഷം ഞാനും ഇച്ചും കൂടെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വട്ടയപ്പം, ചിക്കൻ കറി കൂട്ടി കഴിക്കുന്നവർ അതിന്റെ ഒരു ടേസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഇടണേ. അല്ലെങ്കിൽ ഇതുവരെ കഴിക്കാത്തവർക്ക് ഞാൻ പറഞ്ഞൊരു ഐഡിയ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മറ്റുള്ളവർക്ക് ഇത് ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ ചെയ്ത് നോക്കാൻ ഇത് യൂസ്ഫുൾ ആവും. പിന്നെ ഇന്നത്തെ ആദ്യത്തെ പരിപാടി, ഒരു വീക്ക് മുഴുവൻ നമുക്കുണ്ടായിരുന്നാലും അതിങ്ങനെ ഷീറ്റിന്റെ അടിയിലാണ് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിടുക. അതൊന്ന് മാറ്റി ഒന്ന് കംപ്ലീറ്റ് വാഷ് ചെയ്തിടുന്നത് അല്ലെങ്കിൽ പുറത്ത് വെയിൽ കൊള്ളാനിടുന്നതൊക്കെ ഈ ദിവസം. പക്ഷെ എന്താ കാര്യം, മഴ വന്നിട്ട് ഈ മഴക്കാരെ നോക്കിയിരിക്കണം. ഇനി അടുത്തൊരു പരിപാടി, കുറച്ച് കൃഷിപ്പണി ഇന്നത്തെ ദിവസത്തെ നമ്മൾ ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് ഞാനും വെച്ചു മക്കളെ പള്ളിയിലാക്കിയതിന് ശേഷം നേരെ മണ്ണൂത്തി മാടക്കത്തറ സ്ഥലത്തേക്ക് പോന്നിരിക്കുകയാണ്. ഇത് മൊത്തം കണ്ടില്ലേ, ഇങ്ങനെ തൈകൾ ഇങ്ങനെ മുളച്ച് നിൽക്കുന്ന പച്ചക്കറി തൈകളാ. ഒരുപാട് സംഭവങ്ങൾ വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള തൈകളൊക്കെ വാങ്ങിച്ചു. എപ്പോഴും ഇങ്ങനെ ചോദിക്കും, ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എവിടുന്ന ഈ പച്ചക്കറി നോക്കാൻ നേരം, പച്ചക്കറി തൈ നിങ്ങൾ എപ്പോഴാണ് നടുക, അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ഞങ്ങൾ പോയി ഇതൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും പള്ളിയിൽ നിന്ന് അവർ തന്നെ നടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇച്ചുവിന്റെ വക പരിപാടികളാണ്. ഗ്രോ ബാഗ് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യാന്നുള്ളത്. അതിനുവേണ്ടി കമ്പോസ്റ്റും ചാണകപ്പൊടിയും മണ്ണും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യാം. ഇന്ന് കണ്ടോ, നമ്മുടെ ആമ്പല് വലിയ ആമ്പൽ പൂക്കൾ വിരിഞ്ഞു തുടങ്ങി. ആദ്യമൊക്കെ കുഞ്ഞിതല്ലേ, ഇപ്പൊക്കെ വലിയ പൂക്കളാ വിരിയ. ഞാൻ ഈ ദിവസം നോക്കുമ്പോൾ, ഞാൻ ഈ വോയിസ് എടുക്കുന്ന ദിവസം നോക്കുമ്പോൾ വലിയ പൂവായിരുന്നു, ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയ പൂവായിരുന്നു. പിന്നെ ഞാനങ്ങനെ ഗ്രോ ബാഗൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വൈകുന്നേരം അത്യാവശ്യം അതിന്റെ സെന്ററിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് അതിൽ കമ്പോസ്റ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ ഞാൻ തൈയൊക്കെ വെച്ചു കൊടുക്കാണ്. ചുവന്ന കളറിലുള്ള വെണ്ടത്തൈ, പച്ച കളറിലുള്ള വെണ്ടത്തൈ, തക്കാളി, ഇതാണ് കേട്ടോ ഇപ്പൊ നമ്മൾ നടുന്നത്. ഇതിന്റെ കൂടെ ഞാൻ കുക്കുംബറിന്റെ തൈയും അതുപോലെ പീച്ചിങ്ങയുടെ തൈയും വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ നട്ടു നോക്കിയിട്ടില്ല. എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, പക്ഷെ എങ്ങാനും അത് സെറ്റ് ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നില്ലേ നമ്മുടെ തൊട്ട് മുമ്പത്തെ ഗ്രോ ബാഗ്, അതിന്റെ ഉള്ളിൽ ഇപ്പോഴും വെണ്ടയ്ക്ക കഴിഞ്ഞിട്ടില്ല. വെണ്ട ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ ഹൈറ്റിലൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ വെണ്ടയ്ക്ക ഇങ്ങനെ സമൃദ്ധിയായിട്ടുണ്ടാകുന്ന കാരണം നമ്മളത് മാറ്റിയിട്ടില്ല. ഇനി അത് മാറ്റുമ്പോഴാണ് ഇത് ബാക്കിയൊന്നും സെറ്റ് ചെയ്യുക. അങ്ങനെ പകൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോയി. ഇനി വൈകുന്നേരം ഈവനിങ്ങിൽ ആദ്യം വന്ന് കിച്ചണിൽ നോക്കി നമ്മുടെ പാത്രങ്ങളൊക്കെ കാലിയാണ്. ഫ്രിഡ്ജ് നോക്കി, ഫ്രിഡ്ജിലെ സംഭവങ്ങളെല്ലാം നമ്മൾ പുറത്തേക്ക് അത്യാവശ്യം എടുത്തിട്ട് പച്ചക്കറിയും കാര്യങ്ങളും ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജ് ഇങ്ങനെ കുത്തി നിറയ്ക്കാതിരുന്നാൽ തന്നെ ഒരു സമാധാനം ഉണ്ടാവൂലേ. അതൊന്ന് ട്രൈ ചെയ്യണേ. എപ്പോഴും കണ്ടതും എല്ലാതും ഇങ്ങനെ കൊണ്ടുവച്ച് കൊണ്ടുവച്ച് അത് എടുത്ത് കളയുന്നേക്കാളും ആവശ്യത്തിന് മാത്രം ചെയ്യാം. ഇനി ഇതിന്റെ ഉള്ളിൽ എനിക്ക് നമ്മുടെ വീട്ടിലുണ്ടായ കുറച്ച് പാവയ്ക്ക, ഇത് നമുക്ക് ഉണ്ടായിട്ടിട്ട് പാവയ്ക്ക കേട്ടോ, ഒരു 3 പച്ച മാങ്ങ അല്ലെങ്കിൽ ഒരു ക്യാബേജ്, ഇത് മാത്രമേ പച്ചക്കറിയുള്ളൂ. അങ്ങനെ പോയി നമ്മുടെ ഈ മന്ത്ലി ഷോപ്പിംഗ് ആയിരുന്നു. പോയി സംഭവങ്ങളൊക്കെ അത്യാവശ്യം വാങ്ങിച്ചിട്ട് വന്നു. വെൽ പ്ലാൻഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അനാവശ്യമായിട്ടൊന്നും നമ്മുടെ വീട്ടിലേക്ക് എത്തില്ല. നമുക്കൊരു മാസത്തേക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ മന്ത്ലി പർച്ചേസ് ചെയ്യാത്തവര് നിങ്ങൾ എന്തായാലും ഒന്ന് മന്ത്ലി പർച്ചേസ് ചെയ്ത ഒരു ഗുണം എന്ന് വെച്ചാൽ എന്തായാലും അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. നമ്മളിങ്ങനെ പറയില്ലേ, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്ന് പറയണ പോലെ കൃത്യമായ ഒരു അളവുണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കഴിയുന്ന അനുസരിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എത്രത്തോളം വാങ്ങി, എത്ര പൈസയ്ക്ക് വാങ്ങി എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇത് മന്ത്ലി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ആകെ വരിക ഇറച്ചി, മീന്, എമർജൻസി പച്ചക്കറി, ഫ്രൂട്ട്സ്, ഇതാണ് അഥവാ നമുക്ക് ആവശ്യം വരുള്ളൂ. അല്ലാതെ ഒരു സാധനവും നമുക്കിങ്ങനെ ഇടയ്ക്ക് പോയി വാങ്ങേണ്ട അവസ്ഥ വരാറില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ എൻ്റെ പാത്രങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലെ. ഒരൊറ്റ പാത്രവും കാലിയാവാത്തതില്ല. അതായത് എല്ലാം ഞാൻ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ആകെ ബാക്കി ഉണ്ടായിരുന്നത് ഉഴുന്നാണ്. അല്ലാതെ ബാക്കിയെല്ലാം ഇതുപോലെ ഫില്ല് ചെയ്തു. 1 കിലോ വെച്ച് റെയർ ആയിട്ടുള്ള സംഭവങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ 1/2 കിലോയാണ് വാങ്ങിച്ചിരിക്കണേ. കാരണം നമ്മുടെ പച്ചക്കറിയും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളും ഈക്വൽ ആയിട്ടാണ് ഉപയോഗിക്കാം.
അപ്പൊ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകാൻ മാത്രം വാങ്ങിച്ചു. പിന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള സ്നാക്സ് വാങ്ങിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ചില മാസം വറവ് വാങ്ങിച്ച, ചില മാസം ബിസ്ക്കറ്റ് വാങ്ങിക്കും, ചില മാസം നട്ട്സ് വാങ്ങിക്കും. അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യാനൊക്കെ ഈ മന്ത്ലി പർച്ചേസ് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അനാവശ്യമായിട്ട് വാങ്ങിക്കൂട്ടാതിരിക്കുന്നതും പിന്നെ നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മക്കളെ കാണുന്നതും ഒക്കെ അവർക്കും ഭാവിയിൽ ഉപയോഗവും. എന്റെ ചെറുപ്പത്തിലൊന്നും ഞാനിങ്ങനെ പോയി വാങ്ങിച്ച പരിപാടിയൊന്നുമില്ല. ആദ്യമായിട്ട് എന്താ പറയാ, സൂപ്പർ മാർക്കറ്റിൽ പോകേണ്ടി വന്നൊരു കഥ ഓർക്കാതിരിക്കാൻ നല്ലത്. എന്താ പറയാ, നമ്മൾ നാണം കെട്ട് തവിടുപൊടിയ ഒരവസ്ഥയുണ്ട്. കാരണം ഗത്യന്തരമില്ലാതൊന്ന് പോയതാ. എന്നാലിട്ടൊരു സാധനം വാങ്ങാനും അറിയില്ല. അത് വളരെയധികം എന്താ പറയാ, എനിക്കത് മറക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ പറയാം. കാരണം നിങ്ങൾ വിചാരിക്കില്ലേ, പിന്നെ ഇങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടീച്ചറൊക്കെ ഇപ്പോഴല്ല ഇത്, നമ്മളതിന് മുമ്പൊക്കെ ചെയ്ത് പോയ അബദ്ധങ്ങളൊക്കെ എന്തെല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും മക്കൾക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. കാരണം പോയാൽ എങ്ങനെയാ വാങ്ങണ്ടേ, പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ മക്കളെ കൂടെ കൊണ്ടുപോകും, അവരോട് സാധനങ്ങൾ എടുക്കാൻ പറയും. അതൊക്കെ ഞാൻ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. നമുക്ക് തോന്നും മക്കൾ അതെടുക്കാൻ പറയും ഇതെടുക്കാൻ പറയും എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാലും ഇതൊക്കെ സൈഡിലൂടെ അവരോട് പറയാതെ അവരുടെ ജീവിതത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ലെസൺസ് ആണ് കേട്ടോ. അല്ലെങ്കിൽ പരിപ്പും പയറും ഒന്നും അല്ലെങ്കിൽ അതൊന്നും തിരിച്ചറിയാത്തൊരു സിറ്റുവേഷൻ വരും. നിങ്ങൾക്ക് ഇതുപോലത്തെ വല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എന്റെ എക്സ്പീരിയൻസ് ഞാൻ പിന്നീട് പറയാം. അങ്ങനെ എല്ലാവരും ഞാനിന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. പഴം കുറച്ചധികം ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നേന്ത്രപ്പഴമായാലും ഞാലിപ്പൂവൻ പഴമായാലും കറക്റ്റ് അധികം പഴുക്കാത്തത് കിട്ടിയത് കാരണമാണ് കേട്ടോ വാങ്ങിയിരിക്കണേ. അപ്പോ എന്താ പറയാ, നമ്മളിപ്പോ ഈ ഗ്രീൻ ആപ്പിളും അല്ലെങ്കിൽ ആപ്പിളുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ നാടൻ പഴങ്ങളാണ്. അതുകൊണ്ട് തന്നെ നാടൻ പഴം കിട്ടിയ സമയത്ത് ഞാൻ വാങ്ങിയെന്ന് മാത്രം. എല്ലാ മാസവും ഞാൻ ഇതുപോലെ വാങ്ങിക്കൂട്ടാറില്ല, അത് നിങ്ങൾക്കറിയാലോ. അതനുസരിച്ചിട്ടായിരിക്കും അപ്പൊ ഞാൻ സ്നാക്സ് കുറച്ചിട്ടുണ്ടാവാം. പിന്നെ കുറച്ച് പയർ വാങ്ങിച്ചിട്ടുണ്ട്. ഒരുപാട് പച്ചക്കറി വാങ്ങിച്ചിട്ടില്ല. ഈ ഒരു വീക്ക് അല്ലെങ്കിൽ അടുത്തൊരാഴ്ച, ഈ 2 ആഴ്ചത്തേക്കുള്ളത് മാത്രമാണ് പച്ചക്കറി വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ വാങ്ങുക ഉരുളക്കിഴങ്ങ്, സവോള, ചുവന്നുള്ളി, വെളുത്തുള്ളി, അതുപോലെ ബീറ്റ്റൂട്ട്. അതൊന്നും നമ്മൾ മന്ത്ലി പർച്ചേസിലെ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിച്ച പിന്നെ ഇടയ്ക്ക് പോയി വാങ്ങുന്ന പരിപാടിയില്ല. അതിപ്പോ കുറച്ച് പ്രത്യേകിച്ച് സവോളയൊക്കെ കുറച്ച് അധികം വാങ്ങിക്കും. അധികം വാങ്ങിച്ചെന്ന് വെച്ചാൽ ഈ മന്ത് കംപ്ലീറ്റ് ഉപയോഗിക്കാൻ പറ്റും, ഒന്നും ചീഞ്ഞു പോകില്ല കേട്ടോ. അതിങ്ങനെ എയർടൈറ്റ് ആയിട്ട് വെക്കാതെ ഇങ്ങനെ വിടർത്തിയിട്ട് കഴിഞ്ഞാൽ തന്നെ ഒന്നും കേടാവാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ പയർവർഗ്ഗങ്ങളൊക്കെ സെറ്റ് ചെയ്തു, പച്ചക്കറിയൊക്കെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടു, ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്യേണ്ടതൊക്കെ അറേഞ്ച് ചെയ്തു. ഇങ്ങനെയൊന്ന് വീക്ക്ലി ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് രസമായിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് സ്മൂത്തായിട്ട് പോകുന്നറിയോ. എല്ലാം അതാത് സ്ഥലത്തുണ്ട്, എല്ലാവരും ഫില്ലാണ്. ഈ ഒരു മാസം ഹാപ്പി ആയിട്ട് നമുക്കിങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഞാൻ മുറത്തിൽ ഇതൊക്കെ ഒന്ന് കാറ്റുകൊള്ളാൻ വെച്ചതാണ്. ഇനിയെല്ലാം ഇതൊന്ന് റെഡിയാക്കി വെക്കുക. പഞ്ചസാര മാസത്തിൽ 1 കിലോ പഞ്ചസാരയെ വാങ്ങുള്ളൂ. അപ്പൊ ചോദിക്കും, 1 കിലോ പഞ്ചസാര വെച്ച് എങ്ങനെയാ പ്ലാൻ ചെയ്ത് പോവാണ്. പരമാവധി പലഹാരങ്ങളിൽ പഞ്ചസാര ഇട്ട് കഴിക്കാതെയാണ് മക്കളെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് 1 കിലോ പഞ്ചസാര അതങ്ങനെ പക്കയായിട്ട് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെയെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ എന്റെ ഒരു ഒഴിവ് ദിവസം ഇങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗ്രീസ് ടൈം. താങ്ക് യു.